മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പുകഴ്ത്തി പറയുന്ന 110ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ. ഒരു കാര്യം ഉറപ്പാ, ഈ ബോഡി കണ്ട സ്ത്രീകള് മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈലല്ലേ? സത്യമാ, പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്താണ്, എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരല്പ ജഗജില്ല. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പോവാൻ പറന്ന് വേറും മണ്ടിയാ. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ മോൻ. മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ നിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കില് വെള്ളം വരുന്നു. എപ്പോ? കുറച്ചു നാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗജില്ല. എന്നെ പോലെ. ഐ ക്യാൻ ഹെൽപ് യു. ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ, ഇത് രാത്രി പാലിക്കലക്കി കെട്ടിയവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്ലിയാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദ ബെസ്റ്റ്. പുഷ് പുഷ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but once upon a time there was a master. Yes. എന്താ പതിവില്ലാതെ പാലൊക്കെ? പോയിട്ട് വാ, ശരിയാക്കി തരാം. വണ്ടി ഒന്ന് നിർത്തണോ? ശരി സാർ. ഇതാവനല്ലേ? എന്തുവാടാ അത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈന്? ടാങ്കില് വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാ. നീ വന്നേ. അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. വല്ലാതെ താമസിച്ചല്ലോ. ഷെർലി, ഒരു ചായ. ഇനി പാല് വേണ്ട, കെട്ടുവിടുന്നില്ലല്ലോ. എന്റെ ആന്റിയോട് പറ, ഇത് രാത്രി പാലിക്കലക്കി കെട്ടിയവന് കൊടുക്കാൻ. യു ബ്ലഡി ചീറ്റ്. Come on boys, follow me. മുസാക്ക, ഇതെന്ത് പറ്റി? ഇനി എന്ത് പറ്റണം? മൂക്കിന്റെ പാലം തകർന്ന് കണ്ണ് കെട്ടി ബൈക്ക് ഓടിച്ച മൂസാക്കാന്റെ ഫ്രണ്ടിലായിരുന്നല്ലോ ഞങ്ങളുടെ ജീപ്പ്. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു പൂച്ചവട്ടം ചാടി. ഞങ്ങള് സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തില്ല. 48 മണിക്കൂർ തികയാൻ അരമണിക്കൂർ മതിയായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും കണ്ണ് കെട്ടിയുള്ള പരിപാടി ഇതോടെ നിർത്തി. പക്ഷെ അടുത്തത് കിടിലം പരിപാടിയാ. 30 വിഷപ്പാമ്പുകൾക്കൊപ്പം 30 ദിവസം ഒരു ചില്ലുകൂട്ടി. ലിംക ബുക്കിന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊന്നും വേണ്ട മൂസാക്ക, അപകടമാ. പാമ്പല്ലേ, സാരമില്ല. എങ്ങനെങ്കിലും എനിക്ക് പ്രശസ്തനായി ലിംക ബുക്കിൽ ഇടം നേടിയേ പറ്റൂ. നിങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച വ്യക്തിയോട് എനിക്ക് എന്റെ ധീരത തെളിയിക്കണം. മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചോ? എല്ലാ സെറ്റപ്പും റെഡി. ഓക്കെ, അപ്പൊ ശരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ജലദോഷം.
ഏഞ്ചൽ ഏഞ്ചൽ അത് പിന്നെ ഇന്ന് രാത്രി ഈ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ലേ? അതെ. നാളത്തെ വരം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചോട്ടെ? എനിക്ക് മുമൈദ് ഖാനെ ഒന്ന് കൊണ്ടുതരുവോ? എടാ, ഇന്ത്യയിലുള്ള ഒരു മാലാഹമാരെ ഇതുവരെ മാമാപ്പട ചെയ്തിട്ടില്ല. സോറി സോറി സോറി. ഫുഡ് അത്ര പോരാ, ജ്യൂസ് തരക്കേടില്ല. ഹലോ റെസ്റ്റോറന്റ്. സോറി സർ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ എന്തുണ്ട്? കോഫിയും ബിസ്ക്കറ്റും ഉണ്ട് സർ. 10 കോഫി 10 പാക്കറ്റ് ബിസ്ക്കറ്റ്. എനിക്കിവിടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒന്ന് മതി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. യെസ് കം ഇൻ. ആരാ? എന്താ? ഏത് ആധാരാണത് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. ആ, നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹൈ? എന്തോ? ആധാരം എവിടെയെന്ന് വിശ്വസിക്കുമെന്നറിയില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല എന്നുറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ? പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അല്ല, അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ? ഇനി ഇവന്റെ ഈ പൈസ വേണോ തനിക്ക്? കിട്ടിയാൽ ഉപകാരമായിരുന്നു. അയ്യോ, വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. അമ്മണി വെള്ളത്തിലേക്ക് മുങ്ങി ആ നഗ്നമേനെ പൊങ്ങി വരുന്നത് കാണാൻ ഹരികൊതിയോട് കാത്തുനിന്നു. എന്താ അവൾ വരാത്തത്? വരും. 5 മിനിറ്റ് 43 സെക്കൻഡ്. വെരി പൂർ. മൂടൗട്ടാണ്ട മൂസാക്ക, നമുക്കൊന്നും കൂടി മുങ്ങാന്നേ. അറിയാല 8 മിനിറ്റ് ആണ് വേൾഡ് റെക്കോർഡ്. എന്താടാ അറിഞ്ഞോ? ജെയിംസ് ക്രൂള്ള സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടി.
കഥയുടെ ത്രെഡ് കേട്ടതും ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുക്കായിരുന്നു. സോഫിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ പൊടി പിടിച്ച് കിടന്ന ജെയിംസ് അച്ചായം വരെ പ്രശസ്തനായി. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്കിടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. ഇതിലും ഭേദം ഇക്ക ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണതാ. ഇല്ലടാ സുമേഷ്, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. മയ്യത്തായാലും വേണ്ടില്ല. ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും. നീ കണ്ടോ, ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. ഇനി ഞാൻ ഊതാം. എന്നാ കണ്ണാടി കൂട്ടിലിട്ട് പാമ്പുകൾ കൂട്ടക്കടി കടിച്ച ശേഷം ഇതാ സ്ഥിതി. വല്ല പിപിയോ മകുടിയോ അടുത്തൂടെ പോയാ മതി, ഞാൻ പാമ്പിനെ പോലെ ആയിപ്പോം. എന്റെ ദൈവമേ, പത്തി ഉണ്ടായിരുന്നേ അത് മിടർത്തിയേനെ. യെസ്, ഖാദർ മൂസ ഈസ് റെഡി ഫോർ ദ ബാറ്റിൽ. ബ്രീത്ത് ഹോൾഡിംഗ് അറ്റംപ്റ്റ്. പോയി, എല്ലാം പോയി. എന്റെ കമ്പനിയിലെ പൈസ മുക്കി, എന്റെ ഭാര്യനെ പൊക്കി, ആ തെണ്ടി കണ്ണ മുങ്ങി. ഈശ്വര, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അയ്യോ, എന്നെ താഴെ ഇറക്കണേ, ഞാനിപ്പോ ചാവാ. താനാരോ തന്നാരോ അല്ല, ഞാനൊരു ഏഞ്ചൽ, മലാഖ. മാലാഖേ, എന്റെ